മാനേജരും നോക്കിയിരുന്നോ? ഡേഡി ദേ വരുന്നുണ്ടേ. ഇത് നീ പറഞ്ഞ പോലെ അമ്പലത്തിൽ പോയൊന്നുമല്ല, ആ കൊഞ്ഞാണം വാലമാഷിനെ കണ്ടിട്ട് വരുന്ന വഴിയാ. കണ്ടിട്ട് മുഖത്ത് വലിയ പ്രസാദമൊന്നുമില്ലല്ലോ. അതെങ്ങനാ? കണ്ട പോസ്റ്റിനോടും തൂണിനോടും നാട്ടുകാരോടും കുണവതീരം പറഞ്ഞിട്ടല്ലേ വരുന്നത്. മിണ്ടായിരി. വരുന്ന വരവ് കണ്ടോ? ഇതൊക്കെ കാണുമ്പോണ്ടല്ലോ എനിക്ക് ചൊറിഞ്ഞങ്ങോട്ട് വരിക. എല്ലാരോടും കൂടി എനിക്കൊരു കാര്യം പറയാനുണ്ട്. ഈ കല്യാണം എനിക്ക് വേണ്ട. എന്താ? ഇത് ഞാൻ എന്റെ ബാലമാമയ്ക്ക് വേണ്ടി എടുത്ത തീരുമാനം. കരയോഗത്തിലും ബാലമാമയുടെ അടുത്തൊക്കെ നിങ്ങൾ തന്നെ അറിയിക്കണം. ഈ തീരുമാനം നിനക്ക് നേരത്തെ ആകായിരുന്നല്ലോ. അങ്ങനെ ആയിരുന്നുണ്ടെങ്കിൽ അങ്ങേരെ ആശുപത്രി കിടക്കില്ലായിരുന്നല്ലോ. ആദ്യമേ തന്നെ ഞങ്ങൾ പറഞ്ഞ അങ്ങ് വിശ്വസിച്ചാ പോരായിരുന്നോ? നിക്ക്. ഒരിക്കൽ നീ കരയോക്കാരുടെ മുന്നിൽ വന്ന് പറഞ്ഞ് കല്യാണത്തിന് സമ്മതമല്ല എന്ന്. അത് കഴിഞ്ഞ് നീ തന്നെ അവരുടെ മുന്നിൽ ചെന്ന് പറഞ്ഞ് കല്യാണത്തിന് സമ്മതമാണെന്ന്. ഒരുമാതിരി അക്കരെ നിക്കരെ നിൽക്കുന്ന സ്വഭാവം വെച്ച് നിന്നെ ഞങ്ങൾ എങ്ങനെ വിശ്വസിക്കും? നിന്റെ വാക്കും കേട്ട് ഞാൻ കരയോത്തി ചെന്ന് പറഞ്ഞു. അപ്പൊ നീ തന്നെ വീണ്ടും വാക്ക് മാറ്റി പറയും. അതെ, ഈ ശാന്തപ്പന് നാണക്കേടാ. ഇല്ല, ഞാൻ വാക്ക് മാറ്റി പറയില്ല. ഇതെന്റെ ഉറച്ച തീരുമാനമാണ്. എങ്കിൽ നീ വരണം എന്റെ കൂടെ കരയോഗത്തില്. പ്രസിഡന്റിനെ മറ്റുള്ളവരുടെ മുന്നിൽ വെച്ച് നീ പറയണം കല്യാണത്തിന് നീ പിന്മാറിയെന്ന്. എന്താ പറ്റോ? ഞാൻ വരാം. കുഞ്ഞാളെ കണ്ടോടി, കാര്യങ്ങളൊക്കെ നമ്മൾ ഉദ്ദേശിച്ച വഴിക്ക് വരുന്ന കണ്ടോ? ദേ, അവളുടെ മനസ്സ് മാറുന്നതിന് മുമ്പേ പെട്ടെന്ന് നിങ്ങൾ അവളെ കൂട്ടിക്കൊണ്ടുവന്ന് നോക്ക്.